വാൻഹായ് കപ്പലിൽ വീണ്ടും തീ. കപ്പലിന്റെ താഴത്തെ അറയിലാണ് പുതുതായി തീ പടർന്നത്. ഈ ഭാഗത്തെ കണ്ടെയ്നറിലെ വിവരങ്ങൾ കപ്പൽ കമ്പനി മറച്ചുവെച്ചുവെന്നും ആരോപണമുണ്ട്. തീ പിടിക്കുന്ന രാസവസ്തുക്കളാണോ താഴത്തെ അറയിലെ കണ്ടെയ്നറിൽ ഉള്ളത് എന്നും സംശയമുണ്ട്. വിവരങ്ങൾ നൽകാൻ അമൽനാഥ് പഠിച്ചാലുണ്ട്. അമൽ, ഈ തീ പിടിക്കാൻ സാധ്യതയുള്ള കൂടുതൽ വസ്തുക്കളാണോ ഈ കണ്ടെയ്നറിൽ ഉള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്ന ഒരു സംശയമാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? വാൻഹായ് കപ്പലിന്റെ താഴത്തെ അറയിലാണ് ഇപ്പോൾ പുതുതായി തീപിടുത്തം ഉണ്ടായത്. ഈ ഭാഗത്തെ കണ്ടെയ്നറിലെ വിവരങ്ങൾ കപ്പൽ കമ്പനി മറച്ചുവെച്ചതായാണ് നിലവിലുള്ള സംശയം. അതായത് ഈ താഴത്തെ ഭാഗത്തുള്ള അറയിൽ തീപിടിക്കാൻ കാരണമാകുന്ന രാസവസ്തുക്കൾ ഉണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങളാണ് ഉള്ളത്. ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ കപ്പൽ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഇവ മറച്ചുവെച്ചു എന്ന നിഗമനത്തിലാണ് നിലവിലുള്ളത്. ഈ രാസവസ്തുക്കളാണ് ഇത്തരത്തിൽ ഈ കപ്പലിൽ വീണ്ടും തീപിടുത്തത്തിന് കാരണമായത് എന്ന ഒരു സംശയം കൂടി നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തീ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ കപ്പൽ മുങ്ങുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ കപ്പലിന്റെ സ്ഥിതിഗതികളൊക്കെ തന്നെ നിലവിൽ നിരീക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ കപ്പലിൽ 2000 ടണ്ണിലേറെ എണ്ണ ഉള്ളതും ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അതേസമയം തന്നെ കേരള തീരത്ത് നിന്നും ഏകദേശം 256 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടം നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ശ്രീലങ്കയിലെ ഒറ്റപ്പെട്ട ഭാഗത്തേക്ക്, അതായത് ഒറ്റപ്പെട്ട തുറമുഖ മേഖലയിലേക്ക് ഈ കപ്പലിനെ എത്തിച്ചു കൂടുതൽ സുരക്ഷിതമാക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയായാലും തീ അണയ്ക്കുവാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തീ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു കപ്പൽ മുങ്ങുവാനും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വർഷം തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ട്. ഷിപ്പിംഗ് മന്ത്രാലയം നിലവിൽ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഒരുപക്ഷെ തീ നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ഈ കപ്പൽ മുങ്ങാനൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമൽനാഥ് പഠിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്.